വേണ്ടത്ര മാധ്യമങ്ങൾ പോലും അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത്ര ദയനീയമായ സ്ഥിതിയിലേക്കാണ് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടു പോകുന്നത്. കരാറുകാരെ മാത്രമല്ല ഈ വിഷയം ബാധിച്ചിട്ടുള്ളത്, ഇവിടുത്തെ പൊതുജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. യാത്രാ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഏകദേശം 40-45,000 കിലോമീറ്റർ റോഡുകൾ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നുണ്ട്. കുഴിയെടുത്ത പൈപ്പിട്ട റോഡുകൾ അവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പൈപ്പിട്ട് പോയെന്നല്ലാതെ അവിടേക്ക് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില സ്ഥലത്തേക്ക് ഞാൻ ഇന്നാൾ എൻ്റെ നാട്ടിൽ കക്കോടിയിൽ പോയി, അവിടെ ആ റോഡിൽ പരിശോധിച്ചപ്പോൾ അവിടെ പൈപ്പിട്ടിട്ട് പോയിട്ടുണ്ട്, അവിടേക്ക് വെള്ളം ഇതുവരെക്കും എത്തിയിട്ടില്ല. എനിക്കൊരു കണക്ഷന് വേണ്ടി പോയതാ, ഞാനൊരു ഗുണഭോക്താവ് എന്നുള്ള നിലയ്ക്ക് പോയപ്പം എപ്പം വെള്ളം വരുമെന്നറിയില്ല. ചില സ്ഥലത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ വെള്ളം കിട്ടാതെ വന്നപ്പോൾ വാട്ടർ അതോറിറ്റി അതിൻ്റെ കരം മാസം കൊടുക്കേണ്ട ബില്ല് വാങ്ങിക്കൊടുത്തുകൊണ്ട് പോകും അടയ്ക്കാൻ കൊണ്ട്. അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഈ പദ്ധതി എവിടെ എത്തും, എവിടെ ചെന്ന് അവസാനിക്കും, ലക്കും ലകാനുമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് ഇത് പൊതുജന മധ്യത്തിൽ പറഞ്ഞുകൊണ്ട്, കാരണം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഡിവിഷൻ ഓഫീസിന് മുമ്പിലും സർക്കിൾ ഓഫീസിന് മുമ്പിലും ചീഫ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പിലും MD ഓഫീസിന് മുമ്പിലും എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ 2024 ജൂലൈ മാസം 3-ാം തീയതി നിരവധി പ്രശ്നങ്ങളടക്കം ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഏറ്റെടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അകത്ത് ജലജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതി അടക്കം വെച്ചുകൊണ്ടൊരു സമരം നടത്തി. ആ സമരത്തിനൊന്നും യാതൊരു ഗുണവും കണ്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സമരം ചെയ്യുമ്പോൾ മന്ത്രി പറയും ഇത് ജലജീവൻ മിഷന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പോകുന്നു, അടുത്ത് ഫണ്ട് അനുവദിക്കാൻ പോകുന്നുവെന്ന്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ അടിച്ചിട്ടും വസ്ത്രമടിക്കാതെ അനുവദിച്ചിട്ടും നാമാത്രമായ 500 കോടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫണ്ട് എപ്പോൾ കൊടുത്തു തീർക്കാൻ കഴിയും? നിങ്ങൾ ഈ ഫണ്ട് കൊടുത്തു തീർക്കുമ്പോൾ ഇവിടെ പലരും ജീവനോടുകൂടി ഉണ്ടാവില്ല. മാത്രമല്ല, അതിനേക്കാൾ വലിയ ഫണ്ട് കൊടുത്തതിനേക്കാൾ അപ്പുറം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് പല സ്ഥലങ്ങളിലും ഏറ്റെടുത്ത പ്രവൃത്തി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ റിസ്ക് ആൻഡ് കോസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് പലരും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. കൊടുക്കാനുള്ള പണം കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുക, എന്നാലോ ആ പണി തീർക്കാൻ അതിനുള്ള കാലതാമസം വന്നാൽ സാധാരണഗതിയിൽ ടൈം എക്സ്റ്റൻഷൻ കൊടുക്കണം. ആ ടൈം എക്സ്റ്റൻഷൻ ഫൈൻ ഈടാക്കിയിട്ടാണ് ഇപ്പോൾ പലതും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കാടത്തമായ നടപടിയാണ്. ഇത് മാറ്റിയേ മതിയാവൂ. ഇതിൻ്റെ അകത്ത് കരാറുകാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഒരുപാട് നിവേദനം കൊടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് അവലോകന യോഗം നടത്തി. ധനകാര്യമന്ത്രിയും വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും MD അടക്കമുള്ള ആളുകൾ നടത്തി 12,000 കോടി കടമെടുത്തുകൊണ്ട്